ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷിനെയും ചോദ്യം ചെയ്യുന്നു. പ്രത്യേക അന്വേഷണ സംഘം ജയിലിലെത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. സഫ്വാൻ വിവരങ്ങളുമായി ചേരുന്നു. സഫ്വാൻ, ഇതിൽ സുധീഷിന്റെ എന്താണ് ഇവരിൽ നിന്ന് ചോദിച്ചറിയുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷിനെയും ജയിലിലെത്തി ചോദ്യം ചെയ്യുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. SP ശശിധരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. VP സഫ്വാൻ വിവരങ്ങളുമായി. സഫ്വാൻ, ഇവരിൽ നിന്ന് എന്താണ് ചോദിച്ചറിയുന്നത്? അജിംസ്, ഇപ്പോൾ ഈ കരമനയിലുള്ള ജയിലിലെത്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പിന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥനെയും ഈ SIT തലവൻ SP ശശിധരന്റെ നേതൃത്വത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നത്. നേരത്തെ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കേസിന്റെ തുടർ നടപടികൾ തുടരുന്നതിന്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് SIT കടന്നത്. ഈ കേസിന്റെ മാനം മാറുന്ന ഒരു മൊഴിയായിരുന്നു ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ പ്രവാസി വ്യവസായി നേരത്തെ SITക്ക് മുമ്പിൽ തന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് ഡി മണി എന്ന ഒരു ആളെ SIT കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയൊക്കെ ചെയ്യുന്നതിനിടയിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു നിർണായക നീക്കമായി ഇപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷ് കുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ഇരുവരും ഇപ്പോൾ തിരുവനന്തപുരത്തെ ജയിലിലാണുള്ളത്. ജയിലിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. നേരത്തെയും ഈ പ്രവാസി വ്യവസായിയുടെ മൊഴി വന്ന സാഹചര്യത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പ്രവാസി വ്യവസായിയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചെങ്കിലും കൃത്യമായൊരു വിവരം പുറത്തു പറയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറാകിയിരുന്നില്ല. നേരത്തെ ഈ കേസിൽ അതൊരു ആരോപണം മാത്രമായിരുന്നു. ഈ ഡി മണി ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ കൂടി ചെന്നൈയിലെത്തി ഇയാൾ ആരാണെന്ന്, ബാലരാമപുരം ഇയാൾ ആരാണെന്നും ദിണ്ടിഗൽ സ്വദേശിയാണെന്ന് അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വിവരം ശേഖരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, ഈ കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ സുധീഷ് കുമാറിനെയും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അതിൻ്റെ തുടർ നടപടികൾ കേസിൽ ഈ നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള നടപടി, ആ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടിയിലേക്കാണ് ഏതായാലും SIT കടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ കരമനയിലുള്ള ജയിലിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT ചോദ്യം ചെയ്യുന്നത്.